സാറേ, ഇപ്പോൾ ഒരു നമ്മുടെ മുന്നിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഒരു പ്രതിസന്ധി എന്ന് വാക്ക് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അത് കോൺഗ്രസ് എന്ന് പറയുന്നതായിട്ടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനം നേരിട്ടുകൊണ്ടിരിക്കുന്നു. അത് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടതാണ്. അത് ജാതി, മതം, രാഷ്ട്രീയം എന്ന് പറയുന്ന വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് വളരെ കൃത്യമായിട്ട് എടുക്കേണ്ടത് എന്ന് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിർവചിക്കാൻ കഴിയാത്തതിൻ്റെ ഫലമായിട്ട് സംഭവിക്കുന്ന ഒരു ദുരന്തമായിട്ടാണ് ഞാനതിനെ കണക്കാക്കുന്നത്. രാഷ്ട്രീയത്തിന് ഒരു വ്യക്തതയുണ്ടാകും. ആ വ്യക്തത ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ ഫലമായിട്ട് കോൺഗ്രസ് നിരന്തരമായിട്ട് ഈ രാമക്ഷേത്രത്തിൻ്റെ പൂജാകർമാദികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പറ്റാതെ അതിങ്ങനെ നീണ്ടു പോവുകയാണ് ചെയ്യുന്നത്. അത് 22-ാം തീയതിക്ക് മുമ്പ് എപ്പോൾ വേണമെങ്കിലും എടുക്കും എന്നാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിൻ്റെ രാഷ്ട്രീയ പ്രഹേളിയ എന്ന് പറയുന്ന സാധനം? അല്ല, ഇത് ഞാൻ ആലോചിച്ച് നോക്കുമ്പോൾ വളരെ കാലം മുമ്പ് മുതൽ കോൺഗ്രസ്സിൽ ഈ പ്രശ്നമുണ്ട്. ആദ്യം സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണം, അത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് വന്ന ആദ്യത്തെ ഒരു പ്രതിസന്ധിയായിരുന്നു. അതിൽ നെഹ്റുവിൻ്റെ അന്നത്തെ ക്യാബിനറ്റിലുണ്ടായിരുന്ന KM മുൻഷിയാണ് പുനരുദ്ധാരണ കമ്മിറ്റിയുടെ ചെയർമാൻ. അത് തന്നെ നെഹ്റുവിന് ഇഷ്ടപ്പെട്ടില്ല. ഇത് കഴിഞ്ഞു KM മുൻഷി പണം പിരിക്കാൻ തുടങ്ങി ഇതിൻ്റെ പുനരുദ്ധാരണത്തിനായിട്ട്. മഹാത്മാഗാന്ധി പറഞ്ഞു, നിങ്ങൾ സർക്കാരുകളിൽ നിന്ന് കാശ് വാങ്ങരുത്, അത് ശരിയല്ല, വ്യക്തികളിൽ നിന്ന് വാങ്ങിയാൽ മതി. സർക്കാരിലെ ഒരു മന്ത്രി വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് കാശ് തരികയാണെങ്കിൽ മേടിച്ചോ, പക്ഷേ സർക്കാരിൻ്റെ എന്ന് പറഞ്ഞ് കാശ് വാങ്ങരുത്, ക്ഷേത്രം സർക്കാരിൻ്റെ ആയിക്കൂടാ. ഇതായിരുന്നു മഹാത്മാഗാന്ധിയുടെ പ്രിൻസിപ്പിൾ. മുൻഷി പറഞ്ഞു, ദാറ്റ്സ് ഫെയർ, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. ഇത് കഴിഞ്ഞ് പുനരുദ്ധരിച്ച സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വന്നു. അതിന് പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിനെ അവർ ക്ഷണിച്ചു. അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചു. നെഹ്റു പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രി ഒഫീഷ്യൽ അഡ്വൈസ് കൊടുത്തു പ്രസിഡന്റിന്, അവിടെ പോകാൻ പാടില്ല, അത് മതപരമായ ചടങ്ങാണെന്ന്. രാജേന്ദ്ര പ്രസാദ് കേട്ടില്ല. രാജേന്ദ്ര പ്രസാദ് പോയി. അത് നെഹ്റുവിന് വലിയൊരു സെറ്റ് ബാക്കായിരുന്നു. അതേ ചൊല്ലിയുള്ള വാഗ്വാദത്തിൽ KM മുൻഷി ക്യാബിനറ്റിൽ നിന്ന് രാജിവെച്ചു. KM മുൻഷി മാത്രമല്ല, പിന്നീട് ശ്യാമപ്രസാദ് മുഖർജി രാജിവെച്ചു, ജോൺ മത്തായി രാജിവെച്ചു, അംബേദ്കർ രാജിവെച്ചു, ഇങ്ങനെ പലരുമൊക്കെ രാജിവെച്ചു പല പ്രശ്നങ്ങളുടെ പേരിൽ. നെഹ്റു വളരെ സ്റ്റബേണായിരുന്നു ഈ കാര്യത്തിൽ. അതേസമയം നെഹ്റു കോൺഗ്രസ്സിന് സഹജമായ ഒരു കാപട്യവും കാണിച്ചു. ഈ സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ അന്ന് നെഹ്റു രഹസ്യമായിട്ട് സന്യാസിമാരെ വിളിച്ചിട്ട് അങ്ങയുടെ ഒരു സിംഹാസനാഭിഷേകമൊക്കെ നടത്തി, പൂജയും പ്രാർത്ഥനയൊക്കെ നടത്തി. ഓപ്പൺ കാറിൽ ഡൽഹിയിൽ ഈ ദിഗ്വിജയം എന്ന് പറയും രാജാക്കന്മാർക്ക്, അവർ സ്ഥാനമേറ്റ് കഴിയുമ്പോൾ ഞാനാണ് അധിപൻ, എന്നെ വെല്ലാൻ ആരുമില്ല കേട്ടോ എന്ന് അറിയിക്കാനായിട്ട് അവർ പണ്ട് തുറന്ന രഥത്തിൽ യാത്രയുമായിരുന്നു. ഇത് തുറന്ന കാറിൽ ചെറിയൊരു യാത്രയിൽ നെഹ്റു ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് രാത്രി യൂണിയൻ ജാക്ക് ഇറക്കി ത്രിവർണ്ണ പതാക പോക്കുന്നത്. ഈ ഭോഷ്കിനൊന്നും മഹാത്മാഗാന്ധി കൂട്ടുന്നില്ല. മഹാത്മാഗാന്ധി അന്ന് നവഖാലിയിൽ പോയി. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന രാത്രി 12 മണിക്ക് മഹാത്മാഗാന്ധി നവഖാലിയിൽ ഗാഠനിദ്രയിലായിരുന്നു. മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഏത് നിമിഷത്തിന് വേണ്ടിയിട്ടാണോ ആ മനുഷ്യൻ ജീവിതം മുഴുവൻ ത്യജിച്ചത്, ആ നിമിഷം വന്നപ്പോൾ 2500 കിലോമീറ്റർ ദൂരെ ഒരു കുടിലിൽ ഉറങ്ങാൻ സാധിക്കുക, ഉറങ്ങാതെ കിടക്കുക പോലുമല്ല. ഇതായിരുന്നു ഗാന്ധി. ഈ കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ഫ്രം കോൺഗ്രസ്. എനിക്കൊരു വിലയുമില്ല ഈ കിഴവൻ. ഇത് തന്നെ ഉപയോഗിച്ചു മഹാത്മാഗാന്ധി. പറഞ്ഞു, ഈ കിഴവന് വിലയില്ല. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് തലയിൽ കയറില്ല, ലേക്കിൻ ജബ് മേ മർ ജാഊംഗാ തബ് തും ബോലോഗെ കി ബുഢാ ഠീക് കഹ രഹാ ഥാ. ഈ കളവൻ പറഞ്ഞത് ശരിയായിരുന്നു, നാളെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ആരും കേട്ടില്ല, കോൺഗ്രസ്സിൽ ആരും കേട്ടില്ല. പിന്നെ വന്ന ഒരു പ്രശ്നം രാമജന്മഭൂമിയാണ്. 1949 ഹിന്ദുക്കൾ അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചു, ബലം പ്രയോഗിച്ച്. ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു അത് തന്നെത്താൻ പ്രത്യക്ഷപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞു. എന്ത് വായിക്കോട്ടെ, എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. നെഹ്റു ഈ വിഗ്രഹങ്ങൾ എടുത്തു കളയാൻ പറഞ്ഞു. വിഗ്രഹങ്ങളെടുത്ത് സരയൂ നദിയിൽ കളയൂ എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അതിനൊരു റെക്കോർഡ് ഞാൻ നോക്കിയിട്ട് കണ്ടില്ല, ഒരു പക്ഷേ പറഞ്ഞു കാണുമായിരിക്കാം. എന്ത് വാങ്ങിക്കോട്ടെ, എടുത്തു കളയാൻ പറഞ്ഞു. അന്ന് UP പ്രൊവിൻസിൻ്റെ പ്രധാനമന്ത്രി, അഥവാ ഇപ്പോഴത്തെ വാക്കിൽ മുഖ്യമന്ത്രി, പണ്ഡിറ്റ് ഗോവിന്ദ് വല്ലഭ് പന്ത്. ഗോവിന്ദ് വല്ലഭ് പന്ത് ഒരു ചുമതല എന്നുള്ള നിലയ്ക്ക് ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റ് മലയാളിയായിരുന്നു KK നായർ. KK നായരോട് പറഞ്ഞു അതെടുത്ത് കളാം എന്ന് പറഞ്ഞു. KK നായർ പറഞ്ഞു അവിടെ തൊട്ട് കഴിഞ്ഞാൽ അയോധ്യ മുഴുവൻ കത്തും, എനിക്ക് ഫൈസാബാദ് ജില്ലാ മജിസ്ട്രേറ്റിന് ഇവിടെ എണീറ്റ് ഓടേണ്ടി വരും, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയോധ്യ ഇങ്ങനെ തിളച്ച് നിൽക്കുകയാണ്,
നത്തിങ് ക്യാൻ ബി ഡൺ. അങ്ങനെ ഇത് പൂട്ടിയിട്ട് അവിടെയും നെഹ്റുവിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ നെഹ്റുവിയൻ കോൺഗ്രസും ഗാന്ധിയൻ കോൺഗ്രസും തമ്മിലുള്ള വിചിത്രമായൊരു കൊടുക്കൽ വാങ്ങൽ, വല്ലാത്ത ആത്മസംഘർഷങ്ങൾ നെഹ്റുവിനും ഉണ്ടാക്കി, ഗാന്ധിക്കും ഉണ്ടാക്കി. ഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ അതങ്ങ് കഴിഞ്ഞു. പക്ഷേ ഗാന്ധിയുടെ ഒരു പ്രോ ഹിന്ദു പിയേഴ്സൺ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാനൊരു സനാതനി ഹിന്ദുവാണ് എന്ന് പ്രഖ്യാപിച്ച ഏക രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതാവ് മഹാത്മാഗാന്ധിയാണ്. നരേന്ദ്രമോദിക്ക് പോലും അത് ചെയ്യാൻ ധൈര്യം. പക്ഷേ അതിൻ്റെ പേരിൽ അദ്ദേഹം വല്ലാതെ വിമർശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആയിക്കോട്ടെ, നരേന്ദ്രമോദിക്ക് ആ ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. നരേന്ദ്രമോദി ഇന്നുവരെ ഞാൻ സനാതനി ഹിന്ദുവാണെന്ന് പറഞ്ഞു. ഗാന്ധി അത് പറയുകയും ആൻഡ് ഹി ഗോട്ട് അവേ വിത്ത് ദാറ്റ്. ഒരുപാട് പേര് വിമർശിച്ചെങ്കിലും കൂടെ പുല്ല് എന്ന് പറഞ്ഞ് ഗാന്ധി അതിൽ ഉറച്ചു നിന്നു, പറഞ്ഞു വാക്ക് പുറകോട്ടെടുത്തില്ല. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു ഗാന്ധി, പട്ടേൽ, ഈ ഗോവിന്ദ് ബല്ലഭ് പന്ത്, മദൻ മോഹൻ മാളവ്യ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഇവരൊക്കെ അടങ്ങിയ ഒരല്പം പ്രോ ഹിന്ദു ആയിട്ടില്ല. ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ മൃദു ഹിന്ദുക്കൾ, മൃദു ഹിന്ദു, തീവ്ര ഹിന്ദു എന്നൊക്കെ. നമ്മളുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇതിനകത്ത് തോന്നിയേക്കുന്നത്, ഈ ഇങ്ങനെ ഉയർന്നു വരുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യാനായിട്ടുള്ള ഒരു കരുത്തുള്ള നേതാക്കൾ ഇപ്പം ഇല്ല എന്നുള്ളത് വളരെ പ്രധാനം. ഇപ്പം നെഹ്റുവിൻ കൺസെപ്റ്റുകൾ, നെഹ്റുവിൻ സോഷ്യലിസം, നെഹ്റുവിൻ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് കോൺഗ്രസ്സിന് താങ്ങാവുന്നതല്ല, കോൺഗ്രസ്സിന് കൊണ്ടുനടക്കാനും പറ്റുന്നതല്ല. കാരണം അതിനെ കൊണ്ടുനടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ലീഡർഷിപ്പ് എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം സ്വാതന്ത്ര്യ സമര കാലത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം ഇതാണ്, വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രത്യയശാസ്ത്ര ബോധ്യം എന്ന് പറയുന്നത് അവർക്കുണ്ടായിരുന്നു. അവർക്ക് കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്നുള്ളത് ശരിയാണ്. എങ്കിൽ പോലും അവർക്ക് കൃത്യമായ നിലപാടുണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ കാലത്ത് അത്തരത്തിലുള്ള നിലപാടുകളില്ലാതെ വരികയാണ്. അതാണ് ഈ പ്രശ്നങ്ങൾ ഇങ്ങനെ രൂക്ഷമായി പോവുകയും ഇപ്പോഴും അതിനെ അഭിസംബോധന ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്. പ്രോ ഹിന്ദു എന്നൊക്കെ പറയുന്ന ആ കൺസെപ്റ്റ് എനിക്ക് തോന്നുന്നില്ല അവർക്കത് ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സാറിന് തോന്നുന്നുണ്ടോ അങ്ങനെ ഒഴിവാക്കാൻ പറ്റും? ഇല്ല, ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഭൂരിപക്ഷമുള്ള രാജ്യത്ത് നിങ്ങൾക്ക് ഹിന്ദുക്കൾക്കെതിരെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അധികകാലം നിൽക്കാനൊന്നും പറ്റില്ല. ഇതുവരെ അത് ചെയ്തുകൊണ്ടിരുന്നത് സത്യസന്ധമായിട്ട് നമ്മൾ നോക്കിയാൽ ജാതികളായിട്ട് ഹിന്ദുക്കളെ ചെതറിക്കുക. ജനാധിപത്യത്തിൽ എനിക്ക് വോട്ട് കിട്ടണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് എന്താ, എനിക്ക് എൻ്റെ വോട്ടർമാരെ മുഴുവൻ കൺസോളിഡേറ്റ് ചെയ്യും. പിയേഴ്സിന് വോട്ട് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ഛിദ്രിപ്പിക്കും. അതിനകത്ത് ജാതിയോ എന്തെങ്കിലുമൊക്കെ കുത്തിത്തിരി വേറൊരു സ്ഥാനാർത്ഥിയെ നിർത്തി NM പിയേഴ്സിന് പകരം PP പിയേഴ്സൺ എന്ന് പറഞ്ഞൊരു സ്ഥാനാർത്ഥിയെ നിർത്തുക, 1500 വോട്ട് അയാൾ വിളിച്ചുകൊണ്ട് പോകും. ഇതാണ് പിയേഴ്സിനെ തോൽപ്പിക്കാനായിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഹിന്ദു സമാജത്തോട് ചെയ്തുകൊണ്ടിരുന്നു. BJP അതേസമയം ചെയ്തത് എന്താ, മൊത്തം ഹിന്ദു സമാജത്തെ സംഘടിപ്പിക്കാൻ നോക്കി. അത് ഇവർക്ക് പറ്റുന്ന പ്രധാനപ്പെട്ട തെറ്റ്, ഈ ജോലി 1925 തുടങ്ങിയിരുന്നു, RSS തുടങ്ങിയിരുന്നു. കാരണം RSS ബേസിക്കലി കോൺസെൻട്രേറ്റ് ചെയ്തത് സ്വാതന്ത്ര്യം വേണം, ശരി, ഈ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത് എങ്ങനെയാണ്? ഇത് നഷ്ടപ്പെട്ടത് ഐക്യമില്ലാഞ്ഞിട്ടാണ്. പ്രധാനമായിട്ടും ഹിന്ദു സമാജത്തിൻ്റെ ഐക്യം, ബാക്കിയുള്ളവർ എണ്ണത്തിൽ കുറവല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഐക്യം കെട്ടിപ്പടുത്താൽ മാത്രമേ സ്വാതന്ത്ര്യം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ. ഇത് സ്വാമി വിവേകാനന്ദൻ്റെയാണ് ബേസിക് ഐഡിയ. സ്വാമി വിവേകാനന്ദൻ ഒരു മദാമ്മയ്ക്ക് എഴുതിയ, അവരുടെ പേര് ഞാൻ മറന്നുപോയി, അവർക്ക് എഴുതിയ കത്തിൽ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമില്ല, വെറും 2 ആഴ്ച കൊണ്ട് ഞാനത് ചെയ്തു തരാം. പക്ഷേ ഭാരതത്തിന് ഇത് താങ്ങാനുള്ള കരുത്തുണ്ടോ? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയില്ല. എല്ലാവരും ധരിക്കുന്ന പോലെ തോന്നിവാസം അങ്ങ് നടക്കുക, അതല്ല സ്വാതന്ത്ര്യം. തോന്നിവാസമല്ല സ്വാതന്ത്ര്യം, അത് വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം എടുക്കാനുള്ള ശക്തമായ ചുമലുകൾ ഭാരതത്തിനുണ്ടോ? ഇതായിരുന്നു സ്വാമി വിവേകാനന്ദൻ്റെ ചോദ്യം. ഇത് RSS ആലോചിക്കുക, ഇതൊരു ശരിയായ കാര്യമാണല്ലോ. വെദർ വി ഹാവ് ബ്രോഡർ ഷോൾഡേഴ്സ് ടു വിത്ത്സ്റ്റാൻഡ് ദ വെയ്റ്റ് ഓഫ് ഫ്രീഡം, ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഫ്രീഡം. അത് 1925 മുതൽ അവർ വർക്ക് ചെയ്ത് തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഭാരതം എന്താവണം, എങ്ങനെ പോകണം എന്നുള്ളതിനെപ്പറ്റി കൃത്യമായൊരു കാഴ്ചപ്പാട് അവർക്കുണ്ടായിരുന്നു. നെഹ്റു അതേസമയം ബൈ ആൻഡ് ലാർജ് സോവിയറ്റ് യൂണിയൻ്റെ മോഡൽ പിന്തുടർന്നു കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട, ആ രീതിയിലങ്ങ് പോയാൽ മതിയായിരുന്നേനെ ഒരു പക്ഷേ സോവിയറ്റ് യൂണിയനിലെ ജനതയല്ല ഇന്ത്യൻ ജനത. ഇതൊക്കെ അപ്പോഴത്തേക്ക് നെഹ്റു വയസ്സാകുകയും മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ അത് കൊണ്ടു നടക്കാൻ രക്ഷയില്ലതായി. നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അവസാനത്തെ പിണ്ടം വെച്ചത്
1991 ഇദ്ദേഹം നരസിംഹറാവാണ്. അതെ, സമ്പൂർണ്ണമായിട്ട് പിണ്ഡം വെച്ച് അത് തീർത്ത് കളഞ്ഞു. ഈ 47 നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് വിൻസ്റ്റൺ ചർച്ചിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകം ഓർമ്മയുണ്ടായിരിക്കില്ല. നമ്മൾ ഈ മനുഷ്യരെ കുറേ വൈക്കൽ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിച്ചാണ് പോകാൻ പോകുന്നത്. അതെ, അതാണ് പ്രശ്നം. അത് എല്ലാവരും പുലർത്തിയിരുന്നൊരു കാഴ്ചപ്പാടായിരുന്നു. ആ കാഴ്ചപ്പാട് മാറേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതൊന്നുകൂടെ ചർച്ചിൽ പറഞ്ഞിരുന്നു, ശ്വസിക്കുന്ന വായുവിനൊഴിച്ച് എല്ലാത്തിനും ഇന്ത്യയിൽ ടാക്സ് വരുന്നു. അതും സത്യമായിട്ട് വന്നു. ഇനിയിപ്പോൾ ഈ ശ്വാസത്തിന് എപ്പോഴല്ല ഇതിൻ്റെ ഇപ്പോൾ ഈ ഗാന്ധി പറഞ്ഞല്ലോ ഞാൻ സനാതനയാണെന്ന് പറഞ്ഞല്ലോ, ആർക്കും ധൈര്യപ്പെടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നതിൻ്റെ 2 കൺസെപ്റ്റുകളാണ് സാധാരണ. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഈ ചാതുർവർണ്ണ കൺസെപ്റ്റ്. അത് എനിക്ക് തോന്നുന്നു ആർക്കും സ്വീകരിക്കാൻ പറ്റാത്തത് തന്നെയാണ്. ചാതുർവർണ്ണയമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ സമൂഹത്തെ, ഹിന്ദു സമൂഹത്തെ പല സൈസ് കഷ്ണങ്ങളാക്കി മാറ്റി തീർത്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദളിതർ ഇത്രമാത്രം കഷ്ടപ്പാടും ദുരിതമൊക്കെ അനുഭവിക്കുന്നത്. ആ സനാതന സംവിധാനത്തെ ന്യായീകരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുന്നതെന്ന് വെച്ചാൽ ഉത്തരേന്ത്യയിൽ ഇപ്പോഴും ഈ സനാതന ധർമ്മം എന്ന് പറയുമ്പോഴേക്കും അവരെല്ലാവരും കൂടി വളരെ വൈബ്രൻ്റായി മാറുകയാണ് ചെയ്യുന്നത്. കേരളത്തിൽ വലിയ തമിഴ്നാട്ടിൽ സാധ്യമല്ല. ശരി, ബൗദ്ധികമായ ഡിബേറ്റ് സനാതന ധർമ്മത്തെ പറ്റി നിലനിൽക്കുമ്പോൾ പോലും ഇതിന് ഒരു സർവാശ്ലേഷിയായ സ്വഭാവമുണ്ടെന്ന് കണ്ടെത്തി അത് ടാപ്പ് ചെയ്ത് അതിൻ്റെ പൊട്ടൻഷ്യൽ ടാപ്പ് ചെയ്ത ആളാണ് മഹാത്മാഗാന്ധി. ഈ എം ഗോവിന്ദൻ്റെ വിഖ്യാതമായൊരു തിയറിയുണ്ട്. എം ഗോവിന്ദൻ പറഞ്ഞു, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് 2 ധാരകളുണ്ട്. ഒന്ന് ശാക്തേയ ധാരയായിരുന്നു. അത് ലോകമാന്യ തിലകനെ കൊണ്ട് അസ്തമിച്ചു. അങ്ങനെയാണ് ഈ 1ാം സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ തോക്കെടുത്ത് പോരാടുക, അടിപിടി ബഹളം. തിലകനും ഒക്കെ അതിന് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. യുദ്ധം ചെയ്യുക, പോടാപുല്ല എന്ന് പറയുക, അടിക്കുക, ഇതൊക്കെ അടിയും പിടിയും കൊണ്ട് സ്വതന്ത്രരാകുക. തിലകൻ മരിച്ചു കഴിഞ്ഞപ്പോൾ ഈ ശാക്തേയ സമ്പ്രദായം അവസാനിച്ചു. തിലകൻ്റെ മരണശേഷമാണ് ഗാന്ധിജി പ്രോമിനൻസിലേക്ക് വരുന്നത്. 1914-15 മുതൽ ഗാന്ധിജി ഉണ്ടെങ്കിലും പ്രോമിനൻസിൽ വരുന്നത് തിലകൻ 1920 മരിക്കുമ്പോഴാണ്. നെക്സ്റ്റ് ഹെയർ എന്നുള്ളത് ഗോവിന്ദൻ പറയുന്നത്, ഗാന്ധിജി ഇതിനെ ഒരു വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക് മാറ്റി. ശക്തേയ സമ്പ്രദായത്തിൽ നിന്ന് വൈഷ്ണവ സമ്പ്രദായത്തിലേക്ക്. ഗോവിന്ദൻ ഓരോന്നായിട്ട് ഉദാഹരണങ്ങൾ പറയുന്നു. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട ഭജന വൈഷ്ണവ ജനതോ, ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട വസ്ത്രം വെള്ള വസ്ത്രമാണ്. ഗാന്ധിജിയുടെ പ്രിയപ്പെട്ട സമൂഹത്തെ അദ്ദേഹം വിളിച്ചത് ഹരിജൻ എന്നാണ്. ഇതെല്ലാം പിന്നെ സമാധാനം, ഈ മറ്റേ ശിവൻ്റെയും ശക്തിയുടെയൊക്കെ ആ തുള്ളൽ താണ്ഡവമൊക്കെ നിർത്തിയിട്ട് വിഷ്ണുവിൻ്റെ ആ പാലാഴിയിൽ തലയ്ക്ക് കയ്യൊക്കെ കൊടുത്ത് സമാധാനമായിട്ട് എല്ലാത്തിനെയും പരിപാലിച്ച് എല്ലാത്തിനെയും കൂടെ കൊണ്ടു. ഇതാണല്ലോ വിഷ്ണുവിൻ്റെ ഒരു ജോലി. മറ്റേ പുള്ളിയാണ് സംഹാരത്തിൻ്റെ ആൾ, വിഷ്ണു പരിപാലനത്തിൻ്റെ ആളാണ്. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ സ്വഭാവത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്നു. മാത്രമല്ല അതിനുശേഷമുള്ള ഗാന്ധിജിയുടെ ഇതുണ്ടല്ലോ പ്രവൃത്തികൾ, ഐത്തോച്ചാടനം അത് സ്വാതന്ത്ര്യ സമരമാണ്. മദ്യവർജനം അത് സ്വാതന്ത്ര്യ സമരമാണ്. ചർക്കയിൽ നൂൽക്കൽ അത് സ്വാതന്ത്ര്യ സമരമാണ്. ചുരുക്കി പറഞ്ഞാൽ കച്ചവടം ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരത്തിനാണ്, സ്കൂളിൽ പഠിപ്പിക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിനാണ്, കൃഷി ചെയ്യുന്നത് സ്വാതന്ത്ര്യ സമരത്തിനാണ്. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ റോഡിൽ സ്വാതന്ത്ര്യ സമരം ചെയ്യുന്ന ആൾക്കാർ മാത്രം സമരസേനാനികളെന്ന് അറിയപ്പെടും. വലിയൊരു ജനത, അന്നത്തെ നമ്മുടെ ജനസംഖ്യ 20-25 കോടിയേ ഉള്ളൂ. ഇവരൊക്കെ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരല്ലേ. അവരൊക്കെ വിചാരിക്കും ഞങ്ങൾക്കൊരു റോളില്ല, ഞങ്ങൾ കച്ചവടവും കൃഷിയൊക്കെ ചെയ്ത് ജീവിക്കുകയല്ലേ, മറ്റവരാണ് റോഡിലിറങ്ങി സമരം ചെയ്യുന്നവരാണ് സമരം. ഗാന്ധി പറഞ്ഞു അങ്ങനെയല്ല, റോഡിലിറങ്ങുന്നവർ അവർക്ക് സമയമുള്ളതുകൊണ്ട് ഇറങ്ങുന്നു, സൗകര്യമുള്ളതുകൊണ്ട് ഇറങ്ങുന്നു, നിങ്ങൾക്കതില്ല. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയും സ്വാതന്ത്ര്യ സമരം തന്നെയാണ്. അങ്ങനെയാണ് സകല സാമൂഹ്യ പ്രവർത്തനവും സ്വാതന്ത്ര്യ സമരമാക്കി അദ്ദേഹം മാറ്റിയത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കേരളത്തിൽ ഉദാഹരണമായിട്ട് NSS സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ NSSകാർ പങ്കെടുത്തു. SNDP പങ്കെടുത്തോ? ഇല്ല. പക്ഷേ SNDPക്കാർ നിറയെ സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ സംഘടനകൾക്ക് ഒരു ഉദ്ദേശമുണ്ട്, നായന്മാരുടെ വെൽഫെയർ നോക്കാനായിട്ട് NSS. പക്ഷേ പ്രധാനമായ ആക്ടിവിറ്റി എന്താ? സ്വാതന്ത്ര്യ സമരമാണ്. അത് ചെയ്യുന്നത് എവിടെയാണ്? കോൺഗ്രസ് എന്ന വിശാലമായ പ്ലാറ്റ്ഫോമിലാണ്. അങ്ങനെയാണ് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് മുഴുവൻ ഒരു കോൺഗ്രസ് ഒറിജിൻ ഉണ്ടായത്. കാരണം കോമൺ പ്ലാറ്റ്ഫോം ശരിയാണ്. പിന്നെ ഇത് കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയെടുത്തത് മഹാത്മാഗാന്ധിയാണ്. അല്ലാതെ ആർക്കും കുറ്റബോധമില്ലാതെ താൻ ചെയ്യുന്ന ജോലി മുഴുവൻ ഭാരതത്തിന് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ആത്മാഭിമാനം ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഗാന്ധി. അല്ല, അതിന് എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ടൊരു കാരണം എന്ന് പറയുന്നത്, ഗാന്ധിജി വരുമ്പോൾ നമ്മളുടെ ഇന്ത്യയുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു സൈക്കിൻ്റെ വളരെ അപകടം പിടിച്ചതായിരുന്നു.
ഒന്ന് ബ്രിട്ടീഷുകാരുടെ ഭീകരമായിട്ടുള്ള മർദ്ദനത്തിന് വിധേയമായി സ്വത്വം നഷ്ടപ്പെട്ടൊരു സമൂഹമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടായി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഒന്ന് പട്ടാളത്തിൻ്റെ, രണ്ട് പോലീസിൻ്റെ, മൂന്ന് ജന്മികളുടെ, ഗുണ്ടകളുടെ, വട്ടിപ്പലിശക്കാരുടെ, ഇവരുടെയൊക്കെ അടിമകളായിട്ട് മാറിയ തരത്തിലേക്ക് ഇന്ത്യൻ സമൂഹം മാറിക്കഴിഞ്ഞിരുന്നു. അപ്പോൾ ഗാന്ധി ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ ഒരു മെൻ്റൽ ട്രാൻസ്ഫോർമേഷനാണ് ശരി. അതിപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ ആ രീതിയിലുള്ള ഒരു വശം അതിനുണ്ടെങ്കിലും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആംഗിളാണ് ഈ ചമ്പാരൻ മുതൽ അദ്ദേഹം നടത്തിയായിട്ടുള്ള സമരത്തിൻ്റെ പിന്നിൽ മുഴുവൻ ഉണ്ടായിട്ടുള്ളത്. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു ഏകീകരണ പ്രക്രിയയുടെ ഭാഗമാണ്. എല്ലാ ജനവിഭാഗവും ഒരുമിച്ച് വന്നാൽ മാത്രമാണ് ആ രാഷ്ട്രീയം ശക്തിപ്പെടുകയുള്ളൂ. എല്ലാ ജാതിയിൽപ്പെട്ട ആളുകൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ. അപ്പോൾ ഈ കഷ്ടപ്പെടുന്നവർ, ദുരിതമനുഭവിക്കുന്നവർ, ദളിതർ, ഇവർക്കൊക്കെ എങ്ങനെ ഇതിൻ്റെ അകത്ത് ഇടം കണ്ടെത്താനായിട്ട് കഴിയും? ഈ പഴയ നമ്മുടെ ഈ സനാതന മൂല്യങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും ഒരുമിച്ച് ചേർക്കാനായിട്ട് കഴിയില്ല. അതൊരു ദുഃഖസത്യമാണ്. കാരണം ഈ പിയേഴ്സൺ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ ഗാന്ധി രംഗത്ത് വരുമ്പോഴുള്ള ഭാരതത്തിൻ്റെ സ്ഥിതി, ആത്മവിശ്വാസമില്ലാത്ത, ആർക്കും കീഴടങ്ങുന്ന ഗുണ്ടകളുടെയും കൂട്ടിക്കൊടുപ്പുകാരുടെയും ഇടനിലക്കാരുടെയും ഒക്കെ മർദ്ദനങ്ങൾക്കും ചൂഷണങ്ങൾക്കും വിധേയമായിരിക്കുന്ന ഒരു ജനം. ഈ മനോഭാവത്തിൽ നിന്ന് പുറത്ത് കടക്കാൻ ആത്മീയ സ്വാതന്ത്ര്യം, അവനവൻ്റെ ആത്മാവ് എഗ്രി ചെയ്യുന്നില്ല എന്നുള്ള വേറെ കാര്യം, സെൽഫ് അസ്മിത, അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള അവസരം ഇല്ലാതെ പോയി. ഇത് മഹാത്മാഗാന്ധി നാരായണ ഗുരുവിനോട് ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ശരിയാണോ എന്ന് നാരായണ ഗുരുവിനോട് ചോദിക്കുമ്പോൾ നാരായണ ഗുരു പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഈ സ്വാതന്ത്ര്യം എളുപ്പം കിട്ടും, പക്ഷേ ആത്മീയ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ മോചനം, അത് കിട്ടാൻ നിങ്ങൾ കുറേ ജന്മം കൂടെ ജനിക്കേണ്ടി വരും. എത്ര അർത്ഥവത്തായ വാക്കാണ്. ഇപ്പോഴും നമുക്കത് സാധിച്ചിട്ടില്ല. നമ്മളിപ്പോഴും ആരുടെയെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ ദർശനങ്ങളുടെ ഇതിൻ്റെയൊക്കെ തടവിലാണ്. എന്നിട്ട് അത് ശരിയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മൾ തർക്കിക്കുകയാണ്. നമ്മളായിട്ട് പെരുമാറി തുടങ്ങിയിട്ടില്ല ഇന്ന് വരെ. ഗാന്ധിയുടെ ചോദ്യവും നാരായണ ഗുരുവിൻ്റെ ഉത്തരവും ഉണ്ടല്ലോ, തങ്കലിപികളിൽ രേഖപ്പെടുത്തി വയ്ക്കുന്നതാണ്. അല്ല, അത് ഇന്ന് അതിനേക്കാൾ അത് മോശമായിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത്. ഓരോരുത്തരുടെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ലാത്ത തരത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വായിക്കില്ല, പഠിക്കില്ല, മന്നം ചെയ്യില്ല, അക്ഷരം അറിയില്ല. എന്തൊരു കഷ്ടമാണ് നമ്മുടെ ഈ സമൂഹത്തിന്റെ പോക്കെന്ന് പറയുന്നത്. ഡയറക്ടറേറ്റ് ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷൻ പറഞ്ഞില്ലേ, ഷാനവാസ്, എന്താ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നു. അദ്ദേഹം പറയുന്നു, കുട്ടികളോട് ചതിയാണ് നമ്മൾ ഈ ചെയ്യുന്നത്. ഒരു കഴിവില്ലാത്ത, അക്ഷരാഭ്യാസം ഇല്ലാത്തവനൊക്കെ A+, കൊടുത്തിങ്ങനെ ജയിപ്പിച്ചിട്ട് എന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഇവർക്ക് A+ കൊടുക്കൽ മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൽ വന്ന വലിയൊരു തയ്യാറായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇവർ കൃത്യമായിട്ട് അക്ഷരം പഠിപ്പിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഇല്ല എന്നുള്ള. ഭാഷയും അതേപോലെ തന്നെ ഗണിതശാസ്ത്രമില്ലാത്തവർക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാനായിട്ട് പറ്റുക? എന്തിവർ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞു. സ്കൂളുകളിൽ ഈ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പറഞ്ഞു, ഇനി എൻ്റെ ഇത് കവിത കോളേജിലോ സ്കൂളിലോ പഠിപ്പിക്കരുത്. ബാലേന്ദ്രൻ എന്നോടും പറഞ്ഞാണ് നേരിട്ട് മനസ്സിലായി. കാരണം എന്ന് വെച്ചാൽ ആശ്രയിച്ച ആളുകൾ പഠിക്കാനിരിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇതൊരിക്കലും മനസ്സിലാകാൻ ബാലേന്ദ്രൻ്റെ കവിത ഒരു വൃത്തത്തിലാണ് ആ കവിത. അത് ആ വൃത്തമല്ലെന്നും വേറൊരു വൃത്തമാണെന്നും എഴുതി സമർത്ഥിച്ച് PhD വാങ്ങിച്ച ഒരാൾ. അല്ല, നമ്മളുടെ അപ്പോഴാണ് ബാലേന്ദ്രൻ നിരാശനായി പോയത്. നമ്മളുടെ PhDകളെ കുറിച്ച് ഈ ചന്ദനം എന്നുള്ള വാക്ക്, അതിൻ്റെ ഇന്തായും ചന്തയുടെ ഇന്തായും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇത് മാറി മാറി ഉപയോഗിക്കുന്നു. ഇതും ബാലേന്ദ്ര ചുള്ളിക്കാടിൻ്റെ ഒരു പരാതിയായിരുന്നു. ഇതുപോലും അറിഞ്ഞുകൂടാത്തവർ, എൻ്റെ ദൈവമേ, എൻ്റെ കവിത നിങ്ങൾ ഇനി പഠിപ്പിക്കേണ്ട, എന്നെ മാറ്റി, എന്നെ വിട്ടേക്ക്. അല്ല, എങ്ങനെയാണ് ഈ സമൂഹം ഇങ്ങനെയൊക്കെ ആയിത്തീരുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകുക എന്നുള്ള കാരണം എന്ന് വെച്ചാൽ അവർക്ക് അക്ഷരം അറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവർക്കൊരു കാര്യം വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. കാരണം അവരുടെ വായനയുടെ പരിമിതിയാണ് ഇത്, അക്ഷരം അറിയാൻ പാടില്ല എന്ന് പറയും. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് കൂട്ടാൻ അറിയില്ല, കുറക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. ഈ ചർച്ചയുടെ ഒരു ക്ലോസിംഗ് റിമാർക്കായിട്ട് എനിക്ക് തോന്നുന്നത്, രാഷ്ട്രീയം പല രീതിയിൽ ഒരുപക്ഷെ നല്ലതോ ചീത്തയോ ഒക്കെയായ ഭരണാധികാരികൾ വന്നും പോയി ഒക്കെ ഇരിക്കുമെങ്കിലും സമൂഹം നമ്മളുടെ ഗുണം പിടിക്കുന്ന ഒരു ലക്ഷണം ഉടനെ ഒന്നും കാണുന്നില്ല. ഒരു പ്രകാശരശ്മി എവിടെയെങ്കിലും കാണുന്നുണ്ടെന്ന് സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ. രാഷ്ട്രീയം ഞാൻ ജയിച്ചില്ല, എനിക്ക് 3-2 ഭൂരിപക്ഷം ഇല്ല എന്നൊക്കെ ചോദിക്കുക, കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ട് റോഡുണ്ടാക്കി, കിണർ കുഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നടക്കുമായിരിക്കാം. ബട്ട് ആത്മവിശ്വാസമുള്ള ഒരു സമൂഹം ഉണർന്നു വരാനുള്ള സാധ്യത വളരെ വളരെ അകലെയാണെന്ന് തോന്നുന്നു.
അങ്ങനെ തന്നെ നമ്മളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോഴേ അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതിനെക്കുറിച്ചാണ് ഇവരൊക്കെ സംസാരിക്കാറുള്ളത്, നമ്മുടെ എല്ലാ രാഷ്ട്രീയ നേതാക്കളും. അതല്ലാതെ അവിടെ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി അവൻ്റെ വിദ്യാഭ്യാസം നേടുന്നതെന്നും അതുവഴിയുള്ള ഒരു സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തെക്കുറിച്ചും ഒരു സംഭാഷണമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്നവരെ ഓരോ മനുഷ്യനും അവൻ്റെ ഒരു ഐഡൻറ്റിറ്റി കണ്ടെത്തുന്ന തരത്തിലേക്ക് നമ്മുടെ സമൂഹം മുന്നേറുമോ എന്ന് ചോദിച്ചാൽ അതിന് പ്രയാസമാണെന്നുള്ള ഉത്തരവുള്ളൂ. ശരിയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.